പുതുവത്സര ദിനത്തിൽ പൊൻകണി 2024 പദ്ധതിയുമായി അടയ്ക്കാപ്പത്തൂർ സംസ്കൃതി 2024 കണിക്കുന്ന തൈകൾ നട്ടുപരിപാലിക്കുന്ന പദ്ധതിയാണ് പൊൻകണി. പാലക്കാട് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 20 വർഷത്തോളമായി പരിസ്ഥിതി രംഗത്ത് വ്യത്യസ്തവും നൂതനവുമായി ഒട്ടേറെ പ്രായോഗിക കർമ്മ പദ്ധതികൾ നടത്തി ശ്രദ്ധേയരായ അടയ്ക്കാപ്പത്തൂർ സംസ്കൃതി 2024 നടപ്പാക്കുന്ന വേറിട്ട പദ്ധതിയാണ് പൊൻകണി 2024. മുൻവർഷങ്ങളിൽ ആൽമരത്തണൽ, പ്ലാമരത്തണൽ, മാമരത്തണൽ, ആര്യവേപ്പ്, ഞാവൽ വർഷം, അശോകവർഷം, ഇലഞ്ഞിപ്പൂമണം, അമൃതവർഷം തുടങ്ങിയ പദ്ധതികൾ സംസ്കൃതി നടപ്പിലാക്കിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. 2024 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഉത്തരവാദിത്ത പരിസ്ഥിതി പ്രവർത്തനം വിദ്യാർത്ഥികളിലൂടെ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിനായി പാലക്കാട് ജില്ലയിൽ മാത്രം 1000 കുട്ടികളെ ഉൾപ്പെടുത്തി സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും സംസ്കൃതി വിതരണം ചെയ്യുകയും നടുകയും ചെയ്യുന്ന തൈകളുടെ പരിപാലനം ഉറപ്പുവരുത്തുന്നതിനുവേണ്ടി ഒരു ആൻഡ്രോയിഡ് ആപ്പ് സംവിധാനത്തിലൂടെ വിവരശേഖരണം നടത്തി ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. പഞ്ചായത്തുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ പാതയോരത്ത് തള്ളുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കി കുടുംബശ്രീ, അയൽക്കൂട്ടം എന്നിവയുടെ നേതൃത്വത്തിൽ ഹരിതാരാമം പദ്ധതികൾ സംസ്കൃതി നടപ്പിലാക്കി വരുന്നു. പൊൻകണി 2024 പദ്ധതി, സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബിന്റെ ആൻഡ്രോയിഡ് ആപ്പ് തുടങ്ങിയവയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർവഹിച്ചു. അടയ്ക്കാപ്പത്തൂർ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ 2024 വർഷത്തിൽ 2024 കളിക്കൊന്നകൾ നട്ട് പരിപാലിക്കുന്ന പരിപാടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഗ്രൗണ്ട് വാട്ടർ ലെവലൊക്കെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജലസമൃദ്ധിയുടെ കുറവുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു അഫോറസ്റ്റേഷൻ ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് നടത്തുന്നതിന് അടയ്ക്കാപ്പത്തൂർ സംസ്കൃതിക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രീ രാജേഷ്, അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. കുറേയധികം സ്കൂൾ കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകം. കളക്ട്രേറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപ്പത്തൂർ, MP പ്രകാശ് ബാബു, UC വാസുദേവൻ, KT ജയദേവൻ, സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബിന്റെ പാലക്കാട് ജില്ലാ കോർഡിനേറ്ററും മൊബൈൽ ആപ്പ് ക്രിയേറ്ററുമായ അഭിനവ്, സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.